ഈ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഉണ്ട് സാർ, യെസ് സാർ എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. മക്കളെ, വളരെ സിമ്പിളായിട്ട് ഷോർട്ടായിട്ട് ഉത്തരം പറയാം. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇതുവരെ ചെയ്ത കുട്ടികൾ, കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ യൂട്യൂബിലും ഓൺലൈനായിട്ട് പഠിപ്പിക്കുകയാണ്. ഈ 5 വർഷത്തിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത ഒരു കുട്ടിക്ക് പോലും പരീക്ഷയിൽ A+ഓ 90% മാർക്കോ മിസ്സായിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്താലാണ് ഈ A+ കിട്ടുക എന്നുള്ളതിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു സിമ്പിൾ ചോദ്യം ഞാൻ നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കാം. നിങ്ങൾ ഇപ്പോൾ ഡെയിലി എത്ര സമയം പഠിക്കാറുണ്ട്? 1 മണിക്കൂറാണോ, 2 മണിക്കൂറാണോ, 3 മണിക്കൂറാണോ, 4 മണിക്കൂറാണോ? ആദ്യം കമൻറ്റ് ബോക്സിൽ ആ ഒരു കാര്യം കമൻറ്റ് ചെയ്യാം. ഇനി ഒന്നും പഠിക്കുന്നില്ല അതും കൂടി പറയാം. മക്കളെ, ആ ഒരു മണിക്കൂർ ക്ലിയർലി അതായിരിക്കും തീരുമാനിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് A+ കിട്ടുമോ ഇല്ലയോ എന്ന്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾ 3 hours പ്ലസ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് A+ കിട്ടാനുള്ള ചാൻസ് 90% അധികമാണ്. എന്നാൽ നിങ്ങൾ അതിൽ താഴെയാണ് പഠിക്കാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ചാൻസ് 80% 70% ആയിരിക്കില്ല, ഒരു 40%ലേക്ക് പെട്ടെന്ന് നമ്മുടെ ഡൗൺ ആവും. അപ്പോൾ അത്രയും ഡിഫറൻസ് ആയിരിക്കും നിങ്ങൾ എത്ര സമയം പഠിക്കും അല്ലെ പഠിക്കില്ല എന്നുള്ള കാര്യം തീരുമാനിക്കാൻ പോകുന്നത്. ഇനി സാർ എന്തുകൊണ്ടാണ് സാർ ഈ 90% എന്നൊക്കെ പറയുന്നത്? എന്തുകൊണ്ട് സാറിന് പറഞ്ഞൂടാ 3 മണിക്കൂർ മുകളിൽ പഠിച്ചാൽ ഫുൾ A+ കിട്ടുന്നു ഉറപ്പാണ്? എന്തുകൊണ്ട് പറഞ്ഞൂടാ? അത് ഞാൻ പറയില്ല, കാരണം അത് മണ്ടത്തരമായി പോകും. നിങ്ങൾക്ക് തന്നെ അറിയാം, കോമൺ സെൻസ് ചിന്തിച്ചാൽ ഓരോ കുട്ടികളും പഠിക്കുന്ന രീതി ഡിഫറൻ്റ് ആണ്. അവർ ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിസോഴ്സസ്, ഏത് ക്ലാസ് ഉപയോഗിക്കുന്നു, ഏത് ബുക്ക് ഉപയോഗിക്കുന്നു, അതും കുറച്ചൊക്കെ മാറ്റർ ചെയ്യും, അതും ഡിഫറൻ്റ് ആണ്. മാത്രമല്ല ഓരോ കുട്ടികളുടെ ഗ്രാസ്പിംഗ് ലെവൽ ഡിഫറൻ്റ് ആണ്. ഒരു കുട്ടി ഇതുവരെ പഠിച്ച കാര്യങ്ങൾ, ക്രിസ്മസ് എക്സാം വരെ പഠിച്ച കാര്യങ്ങൾ ഓരോ ആൾക്കാർക്ക് ഡിഫറൻ്റ് ആയിരിക്കും. ചിലർ നന്നായി ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടാകും, അവർക്ക് 3 മണിക്കൂർ പഠിച്ചാൽ എന്തായാലും ചിലപ്പോൾ കിട്ടുമായിരിക്കും. ചില കുട്ടികൾ ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല, അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം? 3 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും A+ കിട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ സാർ അത് ചോദിച്ചത് അതല്ലല്ലോ, 90% ചാൻസിൻ്റെ കാര്യമല്ല ഞങ്ങൾ ചോദിച്ചത്. ഫുൾ മാർക്ക് ഫുൾ A+ വേണമെന്ന് ഉറപ്പ് അതെങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക? അപ്പോൾ അതിനുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് നിങ്ങൾ എവിടുന്ന് പഠിക്കുന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനിക്കണം. ഇപ്പോൾ ഇതിൽ പല പല രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യാത്ത രീതി ഒബ്വിയസ്ലി എന്താണ്? എക്സാമിനറിൻ്റെ റിവിഷൻ ബാച്ചിലെ ക്ലാസ്സുകൾ തന്നെയാണ്, അതിലൊരു സംശയമില്ല. ഇത് ഞാൻ ഇടയിൽ പറയാൻ കാരണം എന്ന് വെച്ചാൽ അത്രയും ഉറപ്പ് എനിക്കുള്ളതുകൊണ്ടാണ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയുള്ള ക്ലാസ്സാണ് നമ്മളോട് കൊടുക്കുന്നത്. അത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും പരീക്ഷയിൽ A+ കിട്ടാനുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ പഠിപ്പിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ ഉറപ്പുകൊണ്ടാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് മാക്സിമം എന്ത് ചെയ്യുക? പഠിക്കാൻ വേണ്ടി തീരുമാനിക്കാം. ഇനി അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി പഠിക്കാൻ വേണ്ടി നിങ്ങൾ വൺസ് തീരുമാനിച്ച് കഴിഞ്ഞാൽ അത് 3 മണിക്കൂറിൽ കൂടുതലാണെങ്കിൽ മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നില്ല. എങ്ങനെയാണ് ആ 90% സാധ്യത 100% സാധ്യതയാക്കുക ഫുൾ A+ കിട്ടാൻ വേണ്ടിയിട്ട്? അതിന് നിങ്ങൾ ആദ്യം ഒരു 3 മണിക്കൂർ എല്ലാ ദിവസവും പഠിച്ചു തുടങ്ങുക. മിനിമം ഒരു 4-5 ദിവസം നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അങ്ങനെ സാർ ഞങ്ങൾക്ക് മനസ്സിലാവാം? എടാ, നിങ്ങൾ 3 മണിക്കൂർ ഇരുന്ന് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ പോലും തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഒരു ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ട് 10 മണിക്കൂറൊന്നും പഠിക്കാൻ പറ്റില്ല. 3 മണിക്കൂർ ചാപ്റ്റർ തീർക്കണം. ആ രീതിയിൽ വേണം പഠിക്കാൻ വേണ്ടി. നിങ്ങൾ 3 മണിക്കൂർ ഇരുന്നിട്ടും ഒരു ചാപ്റ്റർ ഫിസിക്സിൻ്റെ ആയിക്കോട്ടെ, മാത്സിൻ്റെ ആയിക്കോട്ടെ, ബയോളജിൻ്റെ എന്തും ആയിക്കോട്ടെ തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് A+ കിട്ടില്ല എന്നല്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾ 3 മണിക്കൂർ അല്ല പഠിക്കണം, നിങ്ങൾ 4 മണിക്കൂറാണ് പഠിക്കേണ്ടോ. ചിലപ്പോൾ എനിക്ക് 4 മണിക്കൂർ പഠിച്ചിട്ട് ചാപ്റ്റർ തീർക്കാം, അപ്പോൾ നിങ്ങൾ 5 മണിക്കൂർ ആക്കണം. അപ്പം നിങ്ങൾക്ക് ആ 90% സാധ്യത 100% ആക്കണമെങ്കിൽ ഇനി നിങ്ങളുടെ കയ്യിലാണ്. കാരണം ഓരോ ആൾക്കാർക്ക് ഡിഫറൻ്റ് ആയിരിക്കും. ചില കുട്ടികൾക്ക് ചിലപ്പോൾ 1 മണിക്കൂർ പഠിച്ചാൽ ചിലപ്പോൾ ഒരു ചാപ്റ്റർ തലേ കയറുമായിരിക്കും, ചില കുട്ടികൾക്ക് ചിലപ്പോൾ 5 മണിക്കൂർ എടുക്കുമായിരിക്കും. അപ്പം നിങ്ങളുടെ മണിക്കൂർ എത്രയാണ് നിങ്ങൾ ഇനി അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. 3+3 4ലേക്ക് പോകണോ, 4 5ലേക്ക് പോകണോ, അത് തീരുമാനിക്കും നിങ്ങൾക്ക് ഫുൾ A+ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ക്ലിയർ ആണല്ലോ? ഓൾസോ ഒരു വലിയ ബ്ലണ്ടർ പല കുട്ടികളും ഉണ്ടാക്കുന്നതാണ്, സാർ എനിക്ക് മാത്സ് അറിയില്ല, മാത്സ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, മാത്സ് എനിക്ക് പഠിക്കാനുള്ള കഴിവില്ല, അല്ലെ ഫിസിക്സ് എന്തെങ്കിലും ഉണ്ടോ, ഏത് സബ്ജക്റ്റ് ഉണ്ടോ, അത് എനിക്ക് പഠിക്കാനുള്ള കഴിവില്ല, അത് എനിക്ക് പറ്റുന്നില്ല. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് പറ്റില്ല എന്നല്ല നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾക്ക് എത്ര സമയം കൊണ്ട് പറ്റുന്നില്ല. ഞാനിപ്പോൾ ഒരു സബ്ജക്റ്റ് മാത്സിലെ ഒരു ചാപ്റ്റർ പഠിക്കാൻ നോക്കിയിട്ട് 3 മണിക്കൂർ ഇത് എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ പറയേണ്ടത് 3 മണിക്കൂർ എനിക്ക് പറ്റുന്നില്ല. 5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് പറ്റാതിക്കുണ്ടോ? ഇല്ല, പറ്റും. ചിലപ്പോൾ അത് 5 മണിക്കൂറും പറ്റുന്നില്ല, 7 മണിക്കൂർ കൊണ്ട് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റായികയല്ല, എന്ത് കാര്യം ആയിക്കോട്ടെ, പാട്ട് പാടുന്ന ഡാൻസ് പാടുന്ന എന്തും ആയിക്കോട്ടെ, പറ്റായികയല്ല അവിടെ വിഷയം, എത്ര സമയം എന്നാണ് വിഷയം. ചിലപ്പോൾ ഒരു കുട്ടിക്ക് എന്താണ് മാത്സിൽ നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്റർ 2 മണിക്കൂർ തീർക്കാൻ പറ്റുമായിരിക്കും, അതവൻ്റെ കഴിവാണ്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, നല്ല കാര്യം. നിങ്ങൾക്ക് ചിലപ്പോൾ എന്തായിരിക്കും 2 മണിക്കൂർ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് 3 മണിക്കൂറിൽ പറ്റുന്നുണ്ടാവും. ചിലപ്പോൾ 3 മണിക്കൂറിലായിരിക്കില്ല, ചിലപ്പോൾ 4 മണിക്കൂറിലായിരിക്കും. ഇറ്റ്സ് ഓൺലി അബൌട്ട് ടൈം. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യരുത്, എനിക്ക് പറ്റുന്നില്ല, അത് പറ്റുന്നില്ല. പറ്റും, അതിന് എത്ര സമയം എടുക്കുന്നത് നിങ്ങൾ കണ്ടുപിടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ.
ക്ലിയർ ആണോ? അതിനാകെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? നിങ്ങൾ ഏത് ക്ലാസ് കണ്ട് പഠിക്കുന്നു, അല്ലെങ്കിൽ ഏത് ബുക്ക് വെച്ച് പഠിക്കുന്നു, അത് ഒരു കുറച്ച് മാറ്ററിൽ നിങ്ങൾ ക്ലാസ് കണ്ട് പഠിക്കുന്ന ക്ലാസ് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ 100 മണിക്കൂർ നിന്ന് പഠിച്ചാലും പറ്റുന്നുണ്ടാവില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എക്സാമിനറിനാണെങ്കിലും അല്ലെ ഏത് പ്ലാറ്റ്ഫോമിൻ്റെ ആണെങ്കിലും ക്ലാസ്സുകളൊക്കെ അത്യാവശ്യം നല്ല ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടും കിട്ടും, പെയ്ഡ് ആയിട്ടും കിട്ടുന്ന അവസ്ഥയാണ് ഇന്നത്തെ അവസ്ഥ. അല്ലാണ്ട് പണ്ടത്തെ പോലെ ഒന്നുമല്ല. അപ്പോൾ ആ ഒരു പ്രശ്നം ഞാൻ കാണുന്നില്ല എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങൾ ഇനി അങ്ങോട്ട് ചിന്തിച്ചു തുടങ്ങാൻ. അല്ലാണ്ട് എനിക്കതിനെ കൊണ്ട് പറ്റില്ല, അതിനെ കൊണ്ട് ഇത് ബുദ്ധിമുട്ടാണ്, അങ്ങനെ ഒന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഈ ഒരൊറ്റ ബ്ലണ്ടറും കൂടെ നിങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു നിങ്ങൾക്ക് A+ കിട്ടുള്ളൂ. അതിൽ കുറഞ്ഞിട്ടുള്ള ഒരു കാര്യം പോലും നിങ്ങൾ ചിന്തിക്കുക പോലും വേണ്ട. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പരീക്ഷ ഇരുന്ന് സംസാരിക്കാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഈ വീഡിയോ കണ്ടുകൊണ്ട് ഒരു തരിയെങ്കിലും നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കൂടിയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിലോട്ട് കമൻറ്റിങ്ങിൽ ഇടുക. ബൈ ബൈ, ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.